ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. വീട്ടിൽ മുരിങ്ങയിലയും കുറച്ച് ചെറുപയറും ഉണ്ടോ എങ്കിൽ ഇന്ന് ഒരു കിടിലൻ കറി തയ്യാറാക്കാം. ഈ കറി ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. രുചി മാത്രമല്ല കേട്ടോ, നല്ലൊരു പോഷക സമൃദ്ധമായ വിഭവം കൂടിയാണിത്. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ടും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഈ റെസിപ്പി ചോറിനും കഞ്ഞിക്കും ചപ്പാത്തിക്കും എല്ലാം പൊളിയാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ രുചികരമായ മുരിങ്ങയില ചെറുപയർ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ചെറുപയർ എടുക്കാം. അപ്പോൾ ഒരു അര കപ്പ് ചെറുപയറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കൊന്നും വേണ്ട കേട്ടോ, ഡയറക്റ്റായിട്ട് എടുത്തിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിലോട്ട് ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ, ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. ഒന്ന് കളറ് മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുപയർ ഇങ്ങനെ വറുത്തെടുത്തിട്ട് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടിയാണ്. ഇതാട്ടോ ഏകദേശം ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് ഇതാ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമുക്കിത് കുതിർത്തിയെടുക്കാത്തത് കാരണം വേവിച്ചെടുക്കുമ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ആവശ്യം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഓരോരുത്തർ കുക്കറിനനുസരിച്ചിട്ടായിക്കോട്ടോ ഈ വേവ് കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു 4-5 വിസിലടിച്ചപ്പോൾ തന്നെ നന്നായിട്ട് ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പയറിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. 1 കപ്പ് തേങ്ങ കൊത്തിയതാണ് കേട്ടോ, തേങ്ങാക്കൊത്താണ്. നിങ്ങൾ ചിരകിയതാണെങ്കിൽ അങ്ങനെ എടുക്കാം. അതുപോലെ ഒരു 6-7 അല്ലി ചുവന്നുള്ളിയും ചേർത്തി കൊടുക്കാം. പിന്നെ 2 എരിവിനനുസരിച്ചിട്ട് പച്ചമുളകാണ് ചേർത്തി കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും എടുക്കാം. ഇനി അത് ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ അതും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മുരിങ്ങയിലയാണല്ലോ നമ്മൾ മെയിനായിട്ട് വേണ്ട താരം. അപ്പോൾ മുരിങ്ങയില ഇതാ മഴ കാരണം നന്നായിട്ട് നല്ല ഫ്രഷ് മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കഴുകിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 വലിയ കപ്പ് തന്നെ ഉണ്ട് മുരിങ്ങയില. ഇനി ഇതാ ചെറുപയറൊക്കെ നമ്മളിതാ കുക്കർ തുറന്ന് നോക്കിയപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ചെറുപയർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതും നമുക്കൊന്ന് കട്ടാക്കിയിട്ട് ഇതിലോട്ട് ചേർത്തി കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൻ്റെ മൂടി ഒന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും. അതല്ലെങ്കിൽ നമുക്കിങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് 2-3 തിളച്ച് കഴിഞ്ഞാൽ തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ ഒരു ചട്ടിയിലോട്ട് മാറ്റിക്കുകയാണ്. കുക്കറിൽ നിന്ന് ഇങ്ങനെ മാറ്റണം എന്നൊന്നുമില്ല. ഇനി മാറ്റിയതിന് ശേഷം നമ്മളെ മുരിങ്ങയിലയും കൂടി ഇതിലോട്ട് ചേർത്തി കൊടുക്കാം, മുഴുവനായിട്ട് ചേർത്തി കൊടുക്കാം. 1-2 വട്ടം തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ കൂടുതൽ വേവരുത് കേട്ടോ, അപ്പോഴും നമ്മളെ കറിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ കണ്ടോ, ഇതാ നമ്മുടെ ചെറുപയറിൽ മുരിങ്ങയിലയും ചെറുപയറും കൂടി ഇതാ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉപ്പിൻ്റെ അളവൊക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ മുരിങ്ങയില ചെറുപയർ കറി രുചി മാത്രമല്ല കേട്ടോ, പോഷക സമൃദ്ധമായ ഒരു വിഭവം കൂടിയാണ്. മുരിങ്ങയിലയിൽ നിരവധി വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ചെറുപയർ നല്ലൊരു സസ്യ പ്രോട്ടീൻ്റെ നാരുകളുടെയും ഉറവിടമാണ്. ഈ 2 ചേരുവകളും ചേർന്നത് കൊണ്ട് സമതുലിതമായ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു നല്ല കറിയാണിത്. അതുകൊണ്ട് തന്നെ രുചിയും ആരോഗ്യകരമായ പോഷകവും ഒരുമിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ഈ കറി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പും കൂടി ചേർത്തി കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം ആ മിക്സിയുടെ ജാറിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുഴറ്റി നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്നെസ്സിനായിട്ടുള്ള ഒരു കറിയാണിത് കേട്ടോ. ആ ചെറുപയറൊക്കെ അതുപോലെ തന്നെ മുരിങ്ങയും, അപ്പോൾ നമുക്ക് നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള കറിയാണ്. ഇനി ഇതിലോട്ട് നമുക്കൊരു താളിപ്പും കൂടി ചെയ്തെടുക്കാനുണ്ട്. അതാണ് ഇതിൽ മെയിൻ കേട്ടോ, നല്ല ടേസ്റ്റ് കൂടാനുള്ളത്. വെളിച്ചെണ്ണ ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 1/2 ടീസ്പൂണോളം കടുകും ചേർത്തി കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ചെറിയുള്ളി കേട്ടോ, ഒരു 10 അല്ലി ചെറിയുള്ളി ചെറുതാക്കി കട്ടാക്കിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് 2 വറ്റൽമുളകും ചേർത്തി കൊടുക്കാം. ഈ കറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ.
ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ലളിതവും രുചികരവും പോഷക സമൃദ്ധവുമായ ഈ ഒരു കറിയാണിത്. വീട്ടിൽ ഒരിക്കൽ തയ്യാറാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇത് വറ്റൽമുളക് കൂടി ചേർത്തി കൊടുത്തിട്ട് ഇനി നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ മുരിങ്ങയില ചെറുപയർ കറി റെസിപ്പി ഇവിടെ അവസാനിക്കുകയാണ്. ഈ റെസിപ്പി നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീട്ടിൽ ഒരിക്കൽ തയ്യാറാക്കി നോക്കൂ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ ഓരോ അഭിപ്രായവും ഞാൻ വായിക്കാറുണ്ട്. അതിൽ നിന്ന് ഒരുപാട് സന്തോഷവും പ്രചോദനവും ലഭിക്കാറുണ്ട്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരവും ആരോഗ്യകരവുമായ റെസിപ്പികളും കിച്ചൺ ടിപ്സുകളും കാണാൻ ഇറ്റ്സ് മീ യാസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ലളിതമായ റെസിപ്പി ഞാൻ ഇനിയും കൊണ്ടുവരാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.